ഹലോ എല്ലാവർക്കും ഹായ്. ഇന്നൊരു മാനിക്യൂർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പാർലറിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് കൈകളൊക്കെ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് റിമൂവർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നെയിൽ പോളിഷ് നമ്മൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഇടരുത്. അഥവാ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നവരാണെങ്കിൽ 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതങ്ങ് ക്ലീൻ ആക്കി കഴിഞ്ഞ് 1 ഡേ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ നെയിലിൻ്റെ ഇനാമലിനെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതുപോലെ കളർ എളുപ്പം മങ്ങാനും ഇതൊരു കാരണമാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ കട്ടിംഗ് ആണ്. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഞാൻ വളർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നെയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോഴോ നമ്മൾ നെയിൽ ഫയൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി ഷാർപ്പായി നിൽക്കുമ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകുമ്പോൾ ഉരയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നെയിൽ ഫയൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണിത്. ഫയൽ ചെയ്യാനും കഴിയും. അതേപോലെ ക്യൂട്ടിക്കൽ കട്ടറും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് സോക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കൈ മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂട് വേണം. അപ്പോൾ ആ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഷാമ്പു ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഞാനിപ്പോൾ കുറച്ച് ഡവാണ് ഒഴിച്ചേക്കുന്നത്. ഷാമ്പു ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പതപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 കൈയും ഇതിനകത്തേക്ക് അങ്ങ് മുക്കി വെക്കുക. ഇളം ചൂട് മതി. ഒരു 5 മിനിറ്റ് അങ്ങനെ മുക്കി വെക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ ടവൽ എടുത്തിട്ട് അങ്ങ് തുടച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൈ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ക്യൂട്ടിക്കിൾസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്യൂട്ടിക്കിൾസ് റിമൂവർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റേജ് അങ്ങ് ഒഴിവാക്കിയിട്ട് അടുത്ത സ്റ്റേജ് അങ്ങ് ചെയ്താൽ മതി. വീണ്ടും ഒരു പാത്രത്തിൽ നമുക്ക് നമ്മുടെ കൈകൾ മുക്കി വെക്കാൻ ആവശ്യമുള്ള ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു പകുതി ലെമൺ അങ്ങ് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ ഒരു 5 മിനിറ്റ് അങ്ങ് മുക്കി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടവൽ വെച്ചിട്ട് അങ്ങ് തുടച്ചു കൊടുക്കാം.
അതിനുശേഷം നമ്മൾ സ്ക്വീസ് ചെയ്ത ലെമണിൻ്റെ തോടങ്ങ് നല്ലോണം തേച്ച് കൊടുക്കണം കയ്യിൽ. ലെമൺ ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് ഏജൻ്റ് ആണ്. ഇപ്പം നഖത്തിലൊക്കെ തേക്കുമ്പോൾ നമുക്ക് നഖം കളർ വെക്കുകയും ചെയ്യും, പോരാത്തതിന് നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും. സ്കിന്നിൽ തേക്കുവാണെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് തേക്കാതിരിക്കുന്നതാണ് ബെറ്റർ. വേറെ എന്തെങ്കിലുടെയും കൂടെ നമുക്ക് ലെമൺ ഒഴിച്ചിട്ട് തേക്കാം. അതിനുശേഷം 2 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആയതിനു ശേഷം അത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പുട്ടുപൊടിയല്ല, നമ്മുടെ പ്ലെയിൻ അരിപ്പൊടി, പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതിൻ്റെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കടലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ തൈര്, പിന്നെ കുറച്ച് അലോവേറ ജെല്ല്. ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ച് നമുക്ക് ലൂസാക്കാം. അതിനുശേഷം ഇത് നമുക്ക് കയ്യിലങ്ങ് തേച്ച് പിടിപ്പിക്കണം. 2 കൈയിലും നല്ലോണം അങ്ങ് തേക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൈ നല്ലോണം ഡ്രൈ ആവും. അന്നേരം ഇച്ചിരി വെള്ളം നനച്ചിട്ട് കൈ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതങ്ങ് കഴുകിക്കളയാം. ഇപ്പോൾ കൈ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം സ്കിന്ന്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. ഒന്നില്ലെങ്കിൽ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമോ തേക്കാം. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയെങ്കിലും തേക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിവിയയുടെ മോയ്സ്ചറൈസിങ് ക്രീം തേക്കുവാണ്. ഇതങ്ങ് തേച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബേസ് കോട്ട് ഇടുക എന്നുള്ളതാണ്. പിന്നെ നെയിൽ പോളിഷ് ഇടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ബേസ് കോട്ട് ഇട്ടിരിക്കണം. നെയിൽ പോളിഷ് ഇടുന്നില്ലെങ്കിൽ ഇതോടുകൂടി അങ്ങ് ഫിനിഷ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ
മാനിക്യൂർ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തായാലും ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടും. കൈകൾ നല്ല സ്മൂത്ത് ആവാനും കൈക്ക് നല്ല കളർ വെക്കാനും ഇത് ഏറ്റവും അടിപൊളിയാണ്. കുറഞ്ഞത് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്തായാലും ചെയ്യണം. അങ്ങനെ നമ്മൾ പാർലറിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെയാണ് മാനിക്യൂർ ചെയ്യുന്നതെന്ന് കണ്ടു. വളരെ എഫക്റ്റീവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്